ഹലോ, ഇതൊരു സെയിൽ വീഡിയോ ആണ്. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ബോഗൻവില്ലേൻ്റെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞ് ബോഗൻവില്ലയാണ്. കണ്ടില്ലേ, ഈ കമ്പിൻ്റെ മേലെ ഈ പോട്ടിൽ ഇല കാണാണ്ട് തെക്കത്തേക്ക് തീരെ ഇല കാണുന്നില്ല. വിരിഞ്ഞ് എല്ലാം ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. ബോഗൻവില്ലേൻ്റെ ചെടികളിലെ പൂവുകളൊക്കെ കണ്ടില്ല, ഇല കാണാണ്ട് നിറയെ ഉണ്ടായത്. നല്ല ഭംഗിയില്ലേ, പ്രത്യേക കെയറിങ് ഒന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, പൂവാണ് ബോഗൻവില്ലേൻ്റെ പൂവില്ലേ. പ്രത്യേകമായിട്ട് കെയറിങ് ഒന്നും വേണ്ട. ഇനി 2 ദിവസം നനച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. പൂവുണ്ടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്നരാടം നനയ്ക്കും, അല്ലെങ്കിൽ എന്നും ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കും. പൂവുള്ളപ്പോൾ, പൂവില്ലാത്തപ്പോൾ അത് വാടുമ്പോൾ മാത്രം ഇത്തിരി വെള്ളം കൊടുക്കും കേട്ടോ. ഒരു ഫംഗിസൈഡോ ഒന്നും ചെയ്യണ്ട. വേറെ എല്ലാ ചെടികളും ചീഞ്ഞു പോവും, അങ്ങനെയൊക്കെയല്ലേ. ഇതൊന്നും ആവില്ല. അതാണ് ബോഗൻവില്ല. പക്ഷേ സീസണൽ ഫ്ലവറാണ്. അത് ഭയങ്കര ഒരു തന്നെയല്ലേ. സീസണിലാണെങ്കിലും ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ഞാൻ 80 രൂപയാണ് വാങ്ങിക്കുന്നത്. മഞ്ഞുണ്ട്, മജന്ത ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ്, ഇത് വൈറ്റ് അല്ല കേട്ടോ, ഇപ്പോൾ വൈറ്റാണ്. പിന്നെ ഇതിന് നിറയെ ഒരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല ഭംഗിയാണ്. 80 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. നല്ല ഇങ്ങനത്തെ പിങ്ക് ഷെയ്ഡാണ് വരിക. നിറയെ വരും കേട്ടോ. അത് പൂവുണ്ടായി വന്നിട്ടല്ലേ ഉള്ളൂ, നിറയെ വരും. നമ്മൾ ചെടി ഇതും വയലറ്റാണ്, ഒരു പീച്ച് കളർ എന്ന് പറയുന്നത് അതാണ് ഈ തൈക്ക്. ഇത് കുറച്ച് നല്ല വലിയ തൈയാട്ടോ. ഇതിന് ഭയങ്കര നേർമ കമ്പായിരിക്കും, നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം കേട്ടോ. ഇതിന് കുറച്ച് വലുതാണ്. ഇതിന് 100 രൂപയാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ മുള്ളു കുറവാട്ടോ. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരിക ചെയ്യാം. മെലിഞ്ഞ കമ്പായിരിക്കും ഇതിന്. ഇതെങ്ങനെ ഉണ്ടാവും, ഇത് കുറേ കഴിയുമ്പോൾ കണ്ടില്ലേ, ആ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങുക ചെയ്യാം. നമുക്ക് അത് ഹാങ്ങിങ് ആയിട്ട് വളർത്താം കേട്ടോ. ഭയങ്കര മെലിഞ്ഞ കമ്പാണ്. നാടൻ ബോഗൻവില്ലയാണ് കേട്ടോ. എല്ലാം നിറയെ പൂവുണ്ടാവും, ഇല കാണാണ്ട്. എൻ്റെ വീടിൻ്റെ ഇവിടെ തേക്കിൻ്റെ ചുവട്ടിലാണ് വെച്ച്. അപ്പോൾ തേക്കിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞപ്പോൾ നല്ല വെയിൽ കിട്ടി. നല്ല വെയിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ നല്ലോണം പൂക്കാൻ തുടങ്ങി. അല്ലാണ്ട് നല്ല വെയിൽ വേണം, വെയിലുള്ളിടത്തിൽ വെക്കണം. പിന്നെ നടുമ്പോൾ കുറച്ച് വളം കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ കുറച്ച് 19 ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ചെടിയാണെങ്കിൽ നമ്മൾ എത്ര ശുശ്രൂഷിക്കണം അല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.